ഇവിടെ വെളുപ്പിന് 4:30 സമയം, 4:30. ഇന്ന് വീട്ടിൽ അടിപൊളി ഓണാഘോഷമൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളില്ലാന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം നിങ്ങളില്ലാതെ എന്തിനാണ് ഈ പണിക്ക് പോകണേന്ന് ഞാൻ ചോദിച്ചേ. പെട്ടെന്ന് നമ്മളിവിടെ ആയതുകൊണ്ടാണല്ലോ. നമ്മളൊരു ഗൾഫിലേക്ക് ആയിരുന്നു നിൽക്കുക. ഞാൻ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോടെങ്കിലും പറഞ്ഞു, അളിയാ ഞാനങ്ങ് ഗൾഫിലാന്ന് വിചാരിച്ചാൽ മതി, നിങ്ങൾക്ക് ആഘോഷിക്കേ, ഞാൻ മാക്സിമം സ്പീഡിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. കാലത്ത് തന്നെ കണ്ട ഒരു കാപ്പിക്ക് എടുത്ത് നമ്മൾ തുടങ്ങുകയാണ്. വെളുപ്പിന് 4 മണി സമയം. എന്തെങ്കിലും വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചെന്ന് പറയില്ലേ. ഒരു 4 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 11:30. എൻ്റെ കർത്താവേ, ഒരു 11:30 നമ്മൾ ബോർഡർ എത്തി. നമ്മൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക്. ഇനി ഇവിടെ നിന്ന് ചെറിയ ഷോപ്പിംഗ് നടത്താൻ. ജോണൊക്കെ അല്ലേ, വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ആകാനിലേക്കും പറ്റിക്കുന്നത് മേടിച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് പോവാ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഓണസദ്യ ഉണ്ടാകുന്നുള്ളതാണ്. മലയാളികളാണെന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഓണത്തിന് ഓഫ് കിട്ടും. പക്ഷെ നമുക്കിവിടെ ഓണത്തിന് ഓഫൊന്നുമില്ല. നമ്മളിവിടെ എല്ലും മുറിയെ പണിയെടുത്തിട്ട് തിന്നുക എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാലോ, ട്രക്ക് ഡ്രൈവിങ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് ഓണമാണ്, എനിക്ക് ലീവ് വയ്ക്കും വേണമെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഉള്ള പോലെ നമ്മൾ രാത്രി ഓണം ആഘോഷിക്കുക. അപ്പോൾ അതിന് പറ്റിയ നമ്മുടെ ഫ്രണ്ട്സിനോടെങ്കിലും പറഞ്ഞു. അപ്പോൾ അവരൊക്കെയും വൈകുന്നേരത്തേക്ക് റെഡിയായിട്ട് വരും. അങ്ങനെ പാതിരാത്രിക്ക് ഒരു ഓണം ഉണ്ണണ അവസ്ഥയ്ക്ക് നമ്മൾ പോവാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഞാൻ മാത്രമൊന്നുമല്ല, കുറേ ഗൾഫിലെ പ്രവാസികൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണേ. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ആശാത്തി എനിക്ക് വീഡിയോ കിട്ടുക. വീട്ടുകാരിങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ അരിയുണ്ട്, നമ്മളില്ല എന്നുള്ളൂ. അവിടെ മൂത്ത മോനും വൈഫും കൂടിയിട്ട് അരിയലും പിടിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സദ്യവട്ടങ്ങൾ ഒരുങ്ങി തുടങ്ങി. നമ്മളിവിടെ നമ്മുടെ യാത്രയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പുള്ളിയല്ല, ഈ പുള്ളി ഇവിടെ ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇരിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇരിക്കും, ഒരു അനക്കല്ലാണ്ട്. അപ്പോൾ ഇന്നൊരു ഓണക്കല്ലേ, അതുകൊണ്ട് കുട്ടനെ ഒരു കമ്പനി കൊടുക്കാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഒരു വണ്ടിയിൽ നിന്ന് കയറി അടുത്ത വണ്ടിക്ക് കയറി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത്യാവശ്യം ഡ്രൈവ് ചെയ്തു. അതിൻ്റെ ക്ഷീണയ്ക്ക് മുഖത്തുണ്ട്. വീട്ടിൽ കൊടുത്ത് കുളിച്ച് കുട്ടപ്പനാവണം. എല്ലാ പ്രാവശ്യത്തെയും നമ്മൾ ഓണസദ്യ അത്ര എക്സൈറ്റഡ് ആവാറില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സാധനം നമുക്ക്. പക്ഷേ ഇപ്രാവശ്യത്തിന് എന്താ വെച്ചെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ പച്ചക്കറി അരിയാനും ഒന്നിനോടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ 10-15 കൊല്ലത്തിനുള്ളിൽ രാത്രി ഒരു ഓണം ആഘോഷിക്കുന്നത്. അതിൻ്റെതായ ചെറിയൊരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്തായി നിൽക്കും. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം നമുക്ക്. അപ്പോഴേ നമ്മൾ കാത്തിരുന്ന നമ്മുടെ സദ്യ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 14 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് രാത്രി സദ്യ ഉണ്ടാകും പോലെ. നമ്മൾ ഓട്ടം കഴിഞ്ഞ് വന്ന് നല്ല മുണ്ടൊക്കെ എടുത്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അവിടെ സ്ത്രീജനങ്ങൾ അവിടെ ഒരു സൈഡിൽ പതുക്കെ ഫുഡ് വിളമ്പലും പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കടക്കാം നമുക്ക്. നമ്മുടെ ഇന്നത്തെ സദ്യ 22 തരം സാധനങ്ങൾ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയതും പിന്നെ ഇവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള നമ്മുടെ ഫാമിലി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡും എല്ലാം ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ്റെ മെയിൻ ആൾ ആരാന്ന് ചെയ്യും, ആരുമല്ല, എൻ്റെ ഭാര്യയാണ്. വീണ കൊണ്ട് വന്നേരി, വീണേ ഒന്ന് വന്നേ. ഇതാണ് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, എൻ്റെ സഹധർമ്മിണി എവിടെയെന്നുള്ളത്. ഇതാണ് എൻ്റെ ഭാര്യ. ഓക്കെ, നല്ലൊരു വെജ് കുക്കാണ്, സൂപ്പർ കുക്കാണ്.
അങ്ങനെ എല്ലാവരും ഓണസദ്യ കഴിച്ച് വന്ന ആൾക്കാരേക്ക് ഒന്ന് ഒതുങ്ങി. നമ്മളൊരു ആതിഥേയന എൻ്റെ പേരിൽ നമ്മൾ ഏറ്റവും അവസാനം കഴിക്കാൻ ചെന്ന് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് ഒരുമാതിരി കഴിച്ചു. അവൾ പെട്ടെന്ന് കഴിച്ചു. നമ്മൾ സെറ്റായി വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള സത്യം പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ മലയാളികളാണ്. നമുക്ക് ഈ ഓണം ഉണ്ടാകുന്നുള്ളത് നമുക്കൊരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര വൈകിട്ടാണെങ്കിലും ഇതിനു വേണ്ടി മെനക്കെട്ട് എല്ലാവരും ഒന്ന് വന്നു. ഞങ്ങളുടെ ആ ഒരു ഒത്തൊരുമ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് നാട്ടിനോട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളോടുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് സത്യം പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത്. ഇന്ന് ഈ സദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ കാനഡയിൽ അറിയാലോ കുറേ പരിമിതമായ സാധനങ്ങൾ കിട്ടുള്ളൂ. എല്ലാം വെച്ചിട്ട് നമ്മുടെ പ്രിയ പത്നി ഉണ്ടാക്കിയ സാധനം കൂട്ടി ഞാൻ പിടയ്ക്കാൻ പോവാണ്. ആദ്യം സാമ്പാർ മറ്റേ പരിപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഡയബറ്റിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും. സകല സാധനങ്ങളും ഇന്ന് ഇവിടെ തകർക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് കാണാത്ത സദ്യയിൽ കാണുന്ന ഒരു ഐറ്റമാണ് വടക്കറി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലത്തെ ഉഴുന്നുവടയില്ലേ ആ സാധനം കിട്ടുള്ള ഒരു കറിയാണ്, വൈഫ് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നമ്മുടെ ഉഴുന്നുവട പോലെ ഉഴുന്നുകൊണ്ട് വടയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. അതൊരു വെറൈറ്റി ആയിട്ടാട്ടോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പാലയ്ക്ക് പിഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ല ഒരു പൊളി സാധനം. ഓ മൈ പൂവേ 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 ഈ തരും മനോഹര തീരം. അപ്പോ നമ്മുടെ ഓണാഘോഷം അങ്ങനെ അവസാനിക്കുകയാണ്. ക്ലോക്കിൽ കണ്ടല്ലോ രാത്രി 11:30 സമയം. ഞങ്ങൾ ആഘോഷിച്ച് ഇവിടെ വരെ എത്തിച്ചു, രാത്രി 11:30 വരെ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും ഒരു ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് മാസിക്കുട്ടൊരു ബായ് പറഞ്ഞേ. ബായ് പറ. ബായ്. കുട്ടികളേക്ക് ഉറങ്ങാനുള്ള മൂടില്ല. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ശരി എന്നാ.